ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് കമൻറ്റുകൾ വന്നിന്, കുറേ ഡൗട്ട് വന്നിന്. ബ്രോ ഏതാ എക്സോസ്റ്റ് യൂസ് ചെയ്യുന്നത്, ബ്രോ ഏതാ മറ്റേ ഇത് ചാർജർ ഏതാ യൂസ് ചെയ്യുന്നത്, അതുപോലെ മിറർ ഏതാ യൂസ് ചെയ്യുന്നത്, പിന്നെ ഏതാ ടയർ, എത്ര മൈലേജ്. അപ്പോൾ ഇതിനുള്ളൊരു റീപ്ലേ ആയിട്ട് ഞാനൊരു മോട്ടോ വ്ളോഗിങ് പോലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പെട്രോൾ ഇല്ല. നമ്മൾ ഗ്യാസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട്? ഞാൻ പോയതാ, പുറത്ത് പോയതാ, എന്നിട്ട് തിരിച്ചു വന്നയാ. 300. ഭയങ്കര തണുപ്പല്ലേ? ഈ തണുപ്പത്ത് കുളിക്കായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കുളിക്കാന്നല്ലാണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എനക്കെന്നെ ക്രിഞ്ചടിക്കലാണ്. പക്ഷെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള കണ്ടീഷനിൽ ചെയ്യുന്നതാണ്. ഫസ്റ്റ് തന്നെ പറയുക, ഏറ്റവും കൂടുതൽ ഇട്ട കമൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ബ്രോ ഏതാ എക്സോസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എക്സോസ്റ്റ് റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 18,000 to 22,000 ആ റേഞ്ചായിട്ടാണ് ഇതിൻ്റെ എക്സാക്റ്റ് വില. എനിക്കറിയില്ല, ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഇപ്പം കുറേ കിട്ടാനുണ്ട്. സെക്കൻഡ് ഹാൻഡിൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലോ റെഡ് റോസ്റ്റിൻ്റെ സെക്കൻഡ് ഹാൻഡ് കൊടുക്കാണ്ട് എന്നിട്ട് ഇഷ്ടം പോലെ വീഡിയോ കാണാം. 10,000 15,000 ആ ലെവലെല്ലാം. പക്ഷെ അതിന് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇട്ടിട്ട് ധൈര്യത്തിൽ കേരളത്തിലെ റോഡിലോട്ട് ഓടാൻ കഴിയില്ല. MVDനെ പേടിക്കണം, പോലീസിനെ പേടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ 7,000 ഫൈന് പ്ലസ് സൈലൻസറും പോകും. പിന്നെ അധികം വന്ന കമൻറ്റ് ഏതാ ടയർ യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടാണ്. ടയർ ഞാൻ ട്രാക്ക് ടയറാണ് യൂസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അതിൻ്റെ സൈസ് വരുന്നത് 150/70 ആണ് സൈസ്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ നല്ല അട്രാക്ഷൻ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വണ്ടീൻ്റെ സൗണ്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. DJI മിനി എന്ന് പറഞ്ഞൊരു വയർലെസ് മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെവിടെ പ്ലേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യാം, എൻ്റെ ബാക്ക് പാക്ക് ഉണ്ട്, അതിലിട്ട് കഴിഞ്ഞാൽ അധികം വിൻഡ് നോയ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റ് ഓഡിയോ കിട്ടും. പിന്നെ ചോദിക്കുന്നത് ക്യാമറ ഏതാ യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ക്യാമറ യൂസ് ചെയ്യുന്നത് മറ്റേ GoPro 13 Pro ബ്ലാക്ക്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോനെക്കാട്ടി നല്ല ക്ലാരിറ്റിയിൽ 4K 5Kയിലൊക്കെ ഷൂട്ട് ചെയ്യുക. പക്ഷേ അത് ഭയങ്കര ലാർജ് MB വരുന്നുണ്ട്, എനിക്കത് അപ്ലോഡ് ചെയ്യൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ 1050 ആ റേഞ്ചിലാണ് ഞാൻ ഷൂട്ട് ചെയ്യലുള്ളൂ. അത് മതി, കാരണം അതിന് അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. പിന്നെ 60 ഫുട് സ്റ്റെപ്പ്. ബ്രോ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, അതാണ് വേറെ എന്നെ ചോദിക്കുന്നത്. എനിക്ക് നാട്ടിൽ നിന്ന് അങ്ങോട്ടും പോകുമ്പോഴെല്ലാം കിട്ടുന്നത് 15 to 20 ആ ഒരു റേഞ്ചാണ്. പക്ഷെ ലോങ് പോകുമ്പോൾ കിട്ടുന്നത് 25, 26 ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പം ഗൈസ്, ദീസ് ആർ ദ ഫ്യൂ കമൻറ്റ്സ് ഗെറ്റിംഗ് ഫ്രം ദ യൂട്യൂബ്. സോ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും റീപ്ലൈ തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ until next time, goodbye.